രണ്ട് ചോട്ടാ കള്ളന്മാരെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. അവർ സെമിത്തേരിയിൽ അടക്കം ചെയ്ത ശവപ്പെട്ടികൾ തുറന്ന് അതിലുള്ള സാധനങ്ങൾ മോഷ്ടിക്കാറാണ് പതിവ്. അങ്ങനെ ഇന്നും അവർ ഒരു ശവപ്പെട്ടി തുറക്കുന്നു. അതിൽ ഒരു സ്ത്രീയുടെ ബോഡിയായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ കഴുത്തിലുള്ള മാലയും കയ്യിലുള്ള മോതിരവുമെല്ലാം അവർ അടിച്ചു മാറ്റുന്നു. ശേഷം അവർ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ശവക്കുഴിയിൽ നിന്നും കയറി വന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴതാ ഒരാൾ അവരുടെ അടുത്തേക്ക് തോക്കും ചൂണ്ടി വരുന്നു. മാസൻ എന്നാണ് അയാളുടെ പേര്. ഇപ്പൊ അവിടെ നിൽക്കുന്ന 3 പേരുടെ വേഷവും അവർ നിൽക്കുന്ന ചുറ്റുപാടും ഒക്കെ കണ്ടാൽ തന്നെ ഇതൊരു പഴയ രാജഭരണമുള്ള കാലഘട്ടമാണെന്ന് മനസ്സിലാവും. ആ കാലത്താണ് ഈ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അടക്കം ചെയ്യുന്ന ബോഡികളിൽ നല്ല വിലയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല ശവക്കല്ലറ ആയതുകൊണ്ട് തന്നെ രാത്രി ആരും വന്ന് അവിടെ നിൽക്കുകയില്ല. നൈസായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകാം. അതുകൊണ്ടാണ് അവർ മോഷ്ടിക്കാൻ ഇങ്ങനൊരു ചുറ്റുപാട് തന്നെ തിരഞ്ഞെടുത്തത്. നമ്മുടെ മാസൻ തോക്കും ചൂണ്ടി ചോട്ടാ കള്ളന്മാരോട് അവർ മോഷ്ടിച്ച സാധനങ്ങൾ തനിക്ക് തരാൻ പറയുന്നു. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞ് മാസൻ അവരെ ഭീഷണിപ്പെടുത്തുന്നു. പാവം ചോട്ടാ കള്ളന്മാർ അവർ പേടിച്ചുപോയി. അങ്ങനെ അവർ മോഷ്ടിച്ച സാധനങ്ങൾ അടങ്ങുന്ന സഞ്ചി മാസന് കൊടുക്കുന്നു. ശരിക്കും മാസൻ അവരെക്കാൾ വലിയൊരു കള്ളനാണ്. അവരെ പോലെ തന്നെ ശവപ്പെട്ടിയിലെ ബോഡിയിലുള്ള സാധനങ്ങളാണ് മാസനും മോഷ്ടിക്കാറുള്ളത്. നിങ്ങളെ രണ്ടിനെയും ഈ ഏരിയയിൽ എവിടെയും കണ്ടുപോകരുത്. കണ്ടാൽ നിങ്ങളെ ഞാൻ കൊല്ലും. ഇത് എന്റെ ഏരിയയാണ്. ഇവിടെ ഞാനേ മോഷ്ടിക്കൂ എന്ന് മാസൻ അവരോട് പറയുന്നു. ചേട്ടാ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നമ്മളൊക്കെ കള്ളന്മാരല്ലേ? ആദ്യം ആരാണ് മോഷ്ടിക്കുന്നത് അവരാണ് അതിന്റെ അവകാശി. നിങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾ തിരിച്ചു തന്ന് ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് കള്ളന്മാർ മാസനോട് അപേക്ഷിക്കുന്നു. അത് കേട്ടതോടെ അവന് ദേഷ്യം വരുന്നു. നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മാസൻ ആകാശത്തേക്ക് വെടിയുതിർത്തു. അതോടെ അടുത്ത വെടി തങ്ങളുടെ നെഞ്ചത്തേക്കായിരിക്കുമെന്ന് പേടിച്ച് അവർ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. മാസന്റെ മോഷണം അവിടെയും തീർന്നില്ല. ചോട്ടക്കള്ളന്മാർ പോയ ശേഷം മാസൻ അവർ തുറന്ന ശവപ്പെട്ടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇനിയും ആ ബോഡിയിൽ നിധിയുണ്ടായിരുന്നു. മാസൻ എന്താ ചെയ്തതെന്ന് അറിയോ? ആ ബോഡിയുടെ വാ തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണപ്പല്ല് അവൻ പൊട്ടിച്ചെടുക്കുന്നു. സ്വർണ്ണപ്പല്ലും എടുത്ത് മാസൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും അവന്റെ കയ്യിൽ നിന്നും അതറിയാതെ ശവപ്പെട്ടിയിലേക്ക് തന്നെ വീഴുന്നു. അവനത് തപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു എലി വന്ന് അവന്റെ കയ്യിൽ കടിക്കുന്നു. സെമിത്തേരിയല്ലേ, അതുകൊണ്ട് എലികളൊക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാവം മാസൻ എലി കടിച്ചു മുറിച്ച് അവന്റെ കയ്യിൽ നിന്നും ചോര വാർന്നൊഴുകാൻ തുടങ്ങി. ചോരയല്ലേ, പോട്ടെ നോക്കാം. പക്ഷെ ആ എലി ആ സ്വർണ്ണപ്പല്ലും കടിച്ച് പിടിച്ച് അതിന്റെ മാളത്തിലേക്ക് ഓടിപ്പോകുന്നു. പാവം മാസൻ എലിന്റെ കടിയും കിട്ടി, പല്ലോട്ട് കിട്ടിയതുമില്ല. അങ്ങനെ മാസൻ ആ ശവക്കല്ലറ മണ്ണിട്ട് മൂടിയതിനു ശേഷം ഒരു ചന്തയിലൂടെ നടന്നു പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ആ ചന്തയിലെ ഒരു കടയുടെ മുന്നിൽ ഒരാൾ തനിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം മാസൻ അയാൾക്ക് കൊടുക്കുന്നു. മാസൻ അയാളിൽ നിന്നും ഒരുപാട് പണം കടം വാങ്ങിയിരുന്നു. പക്ഷെ അത് പണമായി തിരിച്ചു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ മോഷണങ്ങളൊക്കെ നടത്തി കിട്ടുന്ന സാധനങ്ങളാണ് മാസൻ മാസാമാസം അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇയാളെ നമുക്ക് വിൽപ്പനക്കാരൻ എന്ന് വിളിക്കാം. അങ്ങനെ അയാൾ മാസൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പരിശോധിക്കുന്നു. പക്ഷെ അതിൽ ഒരൊറ്റ സ്വർണം പോലും ഉണ്ടായിരുന്നില്ല. മാസ, നീ എന്താടാ എന്നും ഇങ്ങനെ ഈ തുക്കട വെള്ളിയും ചെമ്പും മാത്രം കൊണ്ടുവരുന്നത്? സ്വർണ്ണമെല്ലാം എവിടെ എന്ന് പറഞ്ഞ് ആ വിൽപ്പനക്കാരൻ മാസനോട് ചൂടാവുന്നു. നിങ്ങൾ ചൂടാവല്ലേ, എനിക്കിപ്പോ തീരെ സ്വർണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കിട്ടിയതെല്ലാം പൊറുക്കിക്കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. സ്വർണം കിട്ടുന്നില്ലെന്നോ? സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്ന ഓരോരുത്തരും ഓരോ സ്വർണ്ണമെങ്കിലും ഉണ്ടാവും. എന്നും അവിടെ പോയി കക്കുന്നത് എനിക്ക് സ്വർണം കിട്ടിയില്ല എന്നൊന്നും പറയല്ലേ? അതോ നീ അതെല്ലാം എടുത്ത് ഞാൻ കാണാതെ ഒളിപ്പിച്ചു വയ്ക്കുകയാണോ എന്ന് വിൽപ്പനക്കാരൻ അവനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതുമാത്രമല്ല, മാസനോട് ചൂടാവുന്നതിനോടൊപ്പം അയാൾ ഒരു കത്തിയും കൂടി എടുത്ത് കയ്യിൽ പിടിക്കുന്നു. ആ കത്തി കണ്ടതോടെ മാസന് ആകെ പേടിയായി. ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് സ്വർണം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തത്. എല്ലാ കല്ലറകളിലേക്കും ഞാൻ ഇറങ്ങി ചെല്ലും. പക്ഷെ അപ്പോഴേക്കും അതിലുള്ള സ്വർണ്ണമെല്ലാം എലികൾ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് മാസൻ പറയുന്നു. അത് കേട്ട് വിൽപ്പനക്കാരൻ അത്ഭുതപ്പെടുന്നു. എലികളോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, ഞാൻ നോക്കുമ്പോഴെല്ലാം എലികളാണ് കല്ലറയിലെ സ്വർണ്ണങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോൾ ശവക്കല്ലറ തുറന്നാലും അതിലുള്ള സ്വർണ്ണമെല്ലാം എലികൾ കൊണ്ടുപോയിരിക്കും. നമ്മുടെ രാജ്യത്തെ എലികളെല്ലാം ഒരു പ്രത്യേകത എലികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവറ്റകൾ സ്വർണം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ചിലപ്പോൾ അവറ്റകൾക്ക് തിളങ്ങുന്ന വസ്തുക്കളോട് നല്ല ഇഷ്ടമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അവർ സ്വർണം കൊണ്ടുപോകുന്നത്. ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും അവറ്റകളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എത്തുമ്പോഴേക്കും അവർ മാളത്തിൽ കയറി ഒളിക്കും. അതുകൊണ്ടാണ് എനിക്ക് സ്വർണ്ണങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയാത്തത്. ഇതിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മാസൻ വിൽപ്പനക്കാരനോട് പറയുന്നു. അവന്റെ ഈ ഫാന്റസി കഥ കേട്ടിട്ട് വിൽപ്പനക്കാരന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എന്ത് കോപ്പ് ചെയ്തിട്ടായാലും വേണ്ടില്ല, അടുത്ത ആഴ്ച എനിക്ക് എന്റെ മുഴുവൻ പണവും കിട്ടണം. ഇല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം നിനക്ക് ഞാനൊരു കല്ലറ പണിയും, നിന്റെ ശവപ്പെട്ടിയിൽ ഞാൻ ആണിയടിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വിൽപ്പനക്കാരൻ മാസനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആവുന്നു. മാസനാണെങ്കിൽ തലേന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. അവന് എങ്ങനെയെങ്കിലും വിൽപ്പനക്കാരന് കൊടുക്കാനുള്ള സ്വർണ്ണമെല്ലാം കൊടുത്തു തീർത്ത് തന്റെ കടം തീർക്കണമായിരുന്നു. അതിനുവേണ്ടി അവൻ അന്ന് രാവിലെ തന്നെ സുഹൃത്തായ ഡോളിയുടെ ആശുപത്രിയിലേക്ക് പോകുന്നു. ഈ ഡോളി ഒരു ഡോക്ടറാണ് കേട്ടോ. അവന്റെ ആശുപത്രിയുടെ അടിയിൽ ഒരു തട്ടും കൂടിയുണ്ട്. ആ തട്ട് മോർച്ചറിയായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവിടെയുള്ള ബോഡികളുടെ സ്വർണ്ണപ്പല്ലുകൾ എടുക്കാനാണ് മാസൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത്. മാസനെ കണ്ടപ്പോൾ തന്നെ ഡോളിക്ക് അവൻ വന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നു. മാസ, നിനക്ക് ഞാൻ ഒരു ബോഡിയും കാണിച്ചു തരില്ല. നീ ഇങ്ങനെ ചെയ്യുന്നത് ആളുകൾ അറിഞ്ഞാൽ അതെനിക്ക് വലിയൊരു പ്രശ്നമാവും എന്ന് ഡോളി അവനോട് പറയുന്നു. നീ ഇങ്ങനെ പേടിക്കല്ലേ, എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ പെട്ട് കിടക്കുകയാണ്. നീ എന്നെ സഹായിക്കണം. നീ എപ്പോഴും പറയാറില്ലേ നിനക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുറക്കണമെന്ന്? എന്റെ പ്രശ്നങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുറന്നു തരും എന്ന് മാസൻ പറയുന്നു. അത് കേട്ടപ്പോൾ ഡോളിക്ക് സന്തോഷമായി. അങ്ങനെ ഡോളി മാസനെ താഴെത്തട്ടിലുള്ള മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരുപാട് ശവങ്ങളുണ്ടായിരുന്നു. മാസൻ ഉടനെ തന്നെ ചെന്ന് എല്ലാത്തിന്റെയും വായ തുറന്നു നോക്കുന്നു. പക്ഷെ ഒരു ബോഡിയിലും സ്വർണ്ണപ്പല്ലും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചു വന്ന സ്വർണം കിട്ടിയില്ല. ഇനി സ്വർണം സംഘടിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് മാസൻ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ ആ മോർച്ചറിയിൽ കർട്ടൻ
കർട്ടൻ വെച്ച് മറച്ച ഒരു റൂം കാണുന്നത്. അവൻ അങ്ങോട്ടേക്ക് കടക്കാൻ നോക്കിയപ്പോൾ ഡോളി മാസനെ തടയുന്നു. വേണ്ട, അങ്ങോട്ട് പോകരുത്, ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണ് അവിടെയുള്ളത്, നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് ഡോളി മാസനോട് പറയുന്നു. പക്ഷേ മാസൻ അവനെ തട്ടി മാറ്റിക്കൊണ്ട് അവിടേക്ക് കയറുന്നു. അവിടെ ഒരു ഫ്രഷ് ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ മാസൻ അയാളുടെ വായ തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരുപാട് സ്വർണ്ണപ്പല്ലുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടതോടെ മാസന് വല്ലാത്ത സന്തോഷമാവുന്നു. അവൻ വേഗം തന്നെ അത് പറിക്കാനൊരുങ്ങിയപ്പോൾ ഡോളി അവനെ തടയുന്നു. മാസ, വേണ്ട, ഇതൊരു കോടീശ്വരന്റെ ബോഡിയാണ്. അയാളെ അടക്കം ചെയ്യുന്ന സമയത്ത് കുടുംബക്കാർ ഇയാളുടെ വായെല്ലാം നന്നായി നോക്കും. സ്വർണ്ണപ്പല്ലുകളെല്ലാം അവിടെ തന്നെ ഇല്ലേ എന്ന് അവർ പരിശോധിക്കും. ആ സമയത്ത് പല്ലുകൾ കണ്ടില്ലെങ്കിൽ എനിക്കതൊരു പ്രശ്നമാവും. നീ കാരണം എന്റെ തല പോവും. അതുകൊണ്ട് ഇയാളെ വെറുതെ വിട്ടേക്ക് എന്ന് ഡോളി മാസനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ നിന്റെ കാര്യമാണ്, എനിക്ക് സ്വർണ്ണങ്ങൾ കിട്ടണം, ഇല്ലെങ്കിൽ ഇതെല്ലാം എലികൾ കൊണ്ടുപോകും എന്ന് മാസൻ ഡോളിയോട് പറയുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, ആ കോടീശ്വരന്റെ ഭാര്യയും മകനുമായിരുന്നു. അവർ തന്റെ ഭർത്താവിന്റെ ബോഡി കാണാൻ വേണ്ടിയാണ് വന്നത്. ഭാര്യ ആ ബോഡിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാസനും ഡോളിയും കുറച്ചപ്പുറത്തുള്ള ഒരു മേശയുടെ മറവിൽ പോയി ഒളിച്ചിരിക്കുന്നു. മോനെ, നിന്റെ അച്ഛനെ ഒരു കുറവുമില്ലാതെ നമുക്ക് അടക്കം ചെയ്യണം. അച്ഛന് ജീവിതകാലത്ത് ഒരുപാട് സ്വർണ്ണ മെഡലുകൾ ലഭിച്ചിരുന്നില്ലേ? അതുപോലെ ഈ രാജ്യത്തെ രാജാവിന്റെ കയ്യിൽ നിന്നും സമ്മാനമായി ഒരു സ്വർണ്ണപ്പെട്ടിയും കിട്ടിയിരുന്നില്ലേ? അതെല്ലാം നമുക്ക് അടക്കം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വെക്കണം എന്ന് ഭാര്യ മകനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതെല്ലാം മാസൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതോടെ അവന് ഭയങ്കര സന്തോഷമാവുന്നു. അപ്പൊ ഈ കോടീശ്വരനെ അടക്കം ചെയ്തതിന് ശേഷം മോഷ്ടിക്കുകയാണെങ്കിൽ ഒരുപാട് സ്വർണം കിട്ടുമെന്ന് അവന് മനസ്സിലായി. ആ സീൻ കട്ട് ചെയ്താൽ സമയം രാത്രിയാവുന്നു. മാസൻ തന്റെ വീട്ടിൽ കിടക്കയിലിരുന്ന് ബൈബിൾ വായിക്കുന്നത് കാണാം. അങ്ങനെ അവനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിന്റെ സീലിംഗിൽ നിന്ന് എന്തോ ഒരു കയർ പുറത്തേക്ക് വരുന്നത് അവൻ കാണുന്നു. അവനത് വലിച്ചെടുക്കുന്നു. പക്ഷെ അത് കയറായിരുന്നില്ല, ഒരു എലിയുടെ വാലായിരുന്നു. അത് കണ്ട് നമ്മുടെ മാസൻ പേടിച്ച് ഞെട്ടിപ്പോയി. പക്ഷെ അവിടെയും തീർന്നില്ല. അതുപോലെ ഒരുപാട് എലികൾ അതെല്ലാം സീലിംഗ് തകർത്ത് അവന്റെ മേലേക്ക് ചാടുന്നു. പാവം മാസൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. പാവം, അവൻ ഉറക്കത്ത് കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. സ്വപ്നത്തിൽ പോലും എലികൾ അവന് സ്വസ്ഥത കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തു തന്നെയായാലും ഇന്ന് കണ്ട കോടീശ്വരന്റെ ബോഡിയിൽ നിന്ന് ഒരു തരി സ്വർണം പോലും ഈ എലികൾക്ക് ഞാൻ കൊടുക്കില്ല എന്ന് നമ്മുടെ മാസൻ ഒരു കനത്ത തീരുമാനമെടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മാസൻ ആ കോടീശ്വരന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് അയാളുടെ ബോഡിയിലുള്ള ഓരോ സ്വർണവും അവൻ നോക്കിവെക്കുന്നു. ശേഷം അയാളെ അടക്കം ചെയ്ത് ചടങ്ങിന് വന്നവരെല്ലാം പിരിഞ്ഞു പോകുന്നു. വീണ്ടും രാത്രിയാവുന്നു. മാസൻ കോടീശ്വരന്റെ കല്ലറ തുറക്കുന്നു. പക്ഷെ ആ ശവപ്പെട്ടിയിൽ കോടീശ്വരന്റെ ബോഡി ഉണ്ടായിരുന്നില്ല. അപ്പോഴതാ എലികൾ ഒരു മാളമുണ്ടാക്കി ആ ബോഡി വലിച്ചുകൊണ്ടു. അത് കണ്ടതോടെ ഇനി ആ സ്വർണം അവന് കിട്ടില്ലെന്ന് മാസന് മനസ്സിലാവുന്നു. അതോടെ അവന് വളരെയധികം ദേഷ്യം വരുന്നു. ഈ സ്വർണം കിട്ടിയില്ലെങ്കിൽ തന്റെ അവസ്ഥ എന്താവുമെന്ന് മാസന് നല്ല ഉറപ്പുണ്ടായിരുന്നു. സ്വർണം നാളേക്കുള്ളിൽ കൊണ്ടുകൊടുത്തില്ലെങ്കിൽ ആ വിൽപ്പനക്കാരൻ തന്റെ ശവപ്പെട്ടിയിൽ അണിയടിക്കും, അത് ഉറപ്പാണ്. അത് ഓർത്തതോടെ നമ്മുടെ മാസൻ ഒരൽപ്പം പേടി വരുന്നു. അതുകൊണ്ട് എന്ത് തന്നെയായാലും ഈ സ്വർണം സംഘടിപ്പിച്ചേ മതിയാകൂ എന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ മാസൻ ടോർച്ചടിച്ച് ആ മാളത്തിലേക്ക് കയറുന്നു. മാളത്തിന് അധികം വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ് അവൻ ചെയ്യുന്നത്. അവന്റെ കുറച്ചധികം മുന്നിലായിട്ട് എലികൾ കോടീശ്വരന്റെ ബോഡി വലിച്ചു കൊണ്ടുപോകുന്നതല്ല അവന് കാണാം. അവൻ അതിന് പിന്നാലെ തന്നെ പോകുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം എലികൾ അവന്റെ മുന്നിലൂടെയും പിറകിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അവനാണെങ്കിൽ അവിടെ നേരാമണ്ണമെന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ഇറുകിയൊരു സ്ഥലത്തൂടെയാണ് അവൻ ഈ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാസൻ ആ മാളത്തിനുള്ളിൽ അല്പം വിശാലമായൊരു സ്ഥലത്ത് എത്തുന്നു. പാവം നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്രമിക്കാൻ വേണ്ടി അവൻ അവിടെ അല്പനേരം കിടക്കുന്നു. ആ സമയത്ത് അവന്റെ തൊട്ടപ്പുറത്ത് നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. അവിടെ ഒരു വലിയ രാക്ഷസ എലിയുണ്ടായിരുന്നു. മാസൻ ആ ശബ്ദം കേട്ടിടത്തേക്ക് ടോർച്ചടിച്ച് നോക്കിയെങ്കിലും അവിടെ അവനെ ഒന്നും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ശബ്ദം തനിക്ക് തോന്നിപ്പോയതായിരിക്കാമെന്ന് അവൻ കരുതുന്നു. പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ രാക്ഷസ എലി അവന്റെ നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിന്റെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. മാസന്റെ കാര്യം പറയണ്ടല്ലോ, നേരിട്ട് മുന്നിൽ ഇതിനെ കണ്ടാൽ പിന്നെ പേടിക്കൂലേ? പക്ഷെ അവൻ ആ പേടി പുറത്തു കാണിക്കാതെ എലിയെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. നമ്മുടെ മാസന്റെ കയ്യിൽ എപ്പോഴും ഒരു തോക്കുണ്ടാവുമായിരുന്നല്ലോ. മാസൻ അതെടുത്ത് എലിയെ വെടിവെക്കുന്നു. ഉണ്ടകൊണ്ട് എലിക്ക് മാസനോട് ദേഷ്യം വരുന്നു. പക്ഷെ അപ്പോഴേക്കും മാസൻ അവിടെ നിന്ന് വേഗത്തിൽ നീങ്ങിയിരുന്നു. രാക്ഷസ എലി വിടുവോ? അത് അവന്റെ പിന്നാലെ തന്നെ ഓടി വരാൻ തുടങ്ങി. എഴഞ്ഞെഴഞ്ഞുകൊണ്ട് നീങ്ങുകയായിരുന്ന മാസൻ പെട്ടെന്ന് ഒരു വലിയ കുഴിയിലേക്ക് വന്ന് വീഴുന്നു. ആ കുഴിക്ക് നല്ല ആഴമുണ്ടായിരുന്നു. അവൻ വന്ന് വീണിരിക്കുന്നത് കുറെ മനുഷ്യ അസ്ഥികളുടെ മുകളിലേക്കായിരുന്നു. അവിടെയുള്ള അസ്ഥികൂടങ്ങളെല്ലാം കണ്ട് മാസൻ ഞെട്ടിപ്പോയി. അപ്പോൾ ആ അസ്ഥികൂടത്തിനിടയിൽ വെച്ച് അവന് ഒരു സ്വർണ്ണമോതിരം കിട്ടുന്നു. തൊട്ടപ്പുറത്ത് നിന്നും ഒരു സ്വർണ്ണപ്പല്ലും. അതായത് എലികൾ കൊണ്ടുവരുന്ന സ്വർണ്ണമെല്ലാം ഇവിടെയാണ് വെക്കുന്നത് എന്ന് മാസന് മനസ്സിലായി. അവൻ അവിടെ നിന്ന് കിട്ടുന്ന സ്വർണ്ണമെല്ലാം കൈക്കലാക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൻ ആ വന്നു വീണ കുഴിയുടെ ചുറ്റും ചുമ്മാതൊന്ന് നോക്കുന്നു. അത് വലിയൊരു ഗുഹ പോലെയായിട്ടാണ് അവന് തോന്നിയത്. മാത്രമല്ല അവിടെ വിചിത്രമായ പല കാഴ്ചകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ചങ്ങലയിട്ട് ബന്ധിച്ച ഒരു ഡെഡ് ബോഡി മാസൻ കാണുന്നു. ആ ബോഡിയുടെ കഴുത്തിൽ വജ്രം ഘടിപ്പിച്ച ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു. അത് കണ്ടതോടെ മാസന് ആശ്ചര്യമാവുന്നു. എന്തായാലും അതിന് നല്ല വില കിട്ടുമെന്നും അവന് മനസ്സിലായി. അവൻ വേഗം ചെന്ന് ആ മാലയും കൈക്കലാക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ബോഡിക്ക് ജീവൻ വെക്കുന്നു. പാവമാസൻ പേടിച്ചു വിറച്ചുപോയി. ആ ബോഡി അവന്റെ മേലേക്ക് ചാടി വീഴുന്നു. അത് മാസന്റെ കയ്യിൽ നിന്നും തന്റെ മാലയെടുക്കാൻ നോക്കിയെങ്കിലും മാസൻ അതിനെ തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവൻ മുന്നിൽ കണ്ട ഒരു മാളത്തിലേക്ക് കയറുന്നു. ആ ബോഡി അവന്റെ പിന്നാലെ തന്നെയുണ്ട്. അതിനെ തടഞ്ഞില്ലെങ്കിൽ അത് തന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുമെന്ന് മാസന് മനസ്സിലായി. അവൻ ആ മാളത്തിന്റെ കവാടത്തിലേക്ക് ഒരു പാറക്കല്ല് വീഴ്ത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ വഴിയടച്ച് ആ ഡെഡ് ബോഡിയിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു അവന്റെ ശ്രമം. പക്ഷേ ആ
ശ്രമം വിജയിച്ചില്ല. അവന്റെ തൊട്ടപ്പുറത്ത് രാക്ഷസ എലിയും വന്നു നിൽക്കുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ മാസൻ ഡെഡ് ബോഡിയുടെയും രാക്ഷസ എലിയുടെയും നടുക്കാണുള്ളത്. ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണെന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ മാസൻ സ്തബ്ധനായി നിൽക്കുകയാണ്. അപ്പോഴതാ രാക്ഷസ എലി അവന്റെ നേരെ ഓടി വരുന്നു. അത് അവനെ കടിച്ച് കീറാൻ ഒരുങ്ങുകയാണ്. മാസനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മാളത്തിന് മുകളിൽ വീഴാനായി നിൽക്കുകയായിരുന്ന ഒരു പാറക്കല്ല് വലിച്ചു താഴേക്കിടുന്നു. അത് നേരെ രാക്ഷസ എലിയുടെ മേൽ വന്ന് വീഴുന്നു. അങ്ങനെ രാക്ഷസ എലിയുടെ കഥ കഴിഞ്ഞു. ആ പാറക്കല്ല് വീണതോടെ മാളത്തിലേക്കുള്ള മണ്ണിടിഞ്ഞ് വീഴുകയും വഴിയടയുകയും ചെയ്യുന്നു. അതുമൂലം ഡെഡ് ബോഡിക്കും മാസന്റെ അടുത്തേക്ക് എത്താൻ കഴിയാതെയാവുന്നു. ശേഷം മാസൻ കിട്ടിയ സ്വർണ്ണമെല്ലാം ഒരുമിച്ച് കൂട്ടി ആ മാളത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവനിങ്ങനെ നോക്കിയപ്പോൾ ആ മാളത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു വെളിച്ചം കാണുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ചന്ദ്രനാണെന്ന് അവന് മനസ്സിലായി. അവൻ രക്ഷപ്പെടാനായി വേഗം തന്നെ ആ വെളിച്ചത്തിനടുത്തേക്ക് പോകുന്നു. എന്നാൽ അവൻ കരുതിയതുപോലെ അത് ചന്ദ്രനായിരുന്നില്ല, ഒരു ശവപ്പെട്ടിയുടെ അടപ്പിന്റെ അടിഭാഗമായിരുന്നു. അതോടെ കലിപൂണ്ട മാസൻ ആ ശവപ്പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവനത് കഴിയുന്നുണ്ടായിരുന്നില്ല. അവനാകെ ദേഷ്യം വന്നു. അവന് തിരിച്ചു പോകാൻ ഇനി വേറെ വഴിയൊന്നുമില്ല. അവനിപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. തനിക്കിനി ഇവിടെ നിന്നും ഒരു രക്ഷയില്ല എന്നും താൻ ഇവിടെ തന്നെ ഒടുങ്ങാൻ പോവുകയാണെന്നും മാസൻ ഉറപ്പിക്കുന്നു. നിരാശനായി അവൻ ആ ശവപ്പെട്ടിയിലേക്ക് കിടക്കുന്നു. ആ സമയത്ത് ഒരു കൂട്ടം എലികൾ അവൻ കിടക്കുന്ന ആ ശവപ്പെട്ടിയിലേക്ക് വരുന്നു. അവറ്റകൾ മാസനെ പൊതിയാൻ തുടങ്ങി. ആ എലിക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാസനായില്ല. അവറ്റകൾ അവന്റെ മേലേക്ക് കയറി പൊതിഞ്ഞ് കടിച്ച് കീറുന്നു. അങ്ങനെ മാസൻ ശരിക്കും ഒരു ഡെഡ് ബോഡിയായി മാറി. മണിക്കൂറുകൾക്ക് ശേഷം മാസൻ കിടക്കുന്ന ശവപ്പെട്ടി രണ്ടുപേർ തുറക്കുന്നു. ആ രണ്ടുപേർ ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലെ? നമ്മുടെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ 2 ചോട്ടാ കള്ളന്മാരെ കാണിച്ചിരുന്നല്ലോ. അവരാണ് മാസൻ കിടക്കുന്ന ഈ ശവപ്പെട്ടി തുറന്നിരിക്കുന്നത്. അതിൽ മാസനാണ് കിടക്കുന്നതെന്ന് കണ്ടപ്പോൾ അവർ അന്തം വിട്ടു നിൽക്കുന്നു. ഇയാൾ ഇത്രയും പെട്ടെന്ന് ചത്തോ എന്ന് അവർ ചിന്തിക്കുന്നു. മാസന്റെ കയ്യിലാകട്ടെ ഒരുപാട് സ്വർണ്ണം ഉണ്ടല്ലോ. അത് കണ്ടതോടെ വേഗം തന്നെ അവരത് എടുക്കാൻ നോക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മാസന്റെ ബോഡിക്ക് ഒരു ഇളക്കം. ചോട്ടക്കള്ളന്മാർ ഞെട്ടി വിറച്ചുപോയി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവന്റെ ശരീരത്തിനുള്ളിൽ മുഴുവൻ എലികൾ നിറഞ്ഞിരുന്നു. അവ ശരീരത്തിലൂടെ ഓടുന്നത് കൊണ്ടാണ് അവന്റെ ബോഡി ഇളകുന്നത്. അങ്ങനെ മാസന്റെ വായിലൂടെ എല്ലാ എലികളും ചറപറ പുറത്തേക്ക് വരുന്നു. അത് കണ്ട് ആ ചോട്ടാക്കള്ളന്മാർ പേടിച്ചോടി. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അത്യാഗ്രഹം ആപത്താണ് എന്നൊരു ചെറിയ സന്ദേശത്തോടു കൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്.